ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാഗാൻ സോങ്സിൻ്റെ പുതിയൊരു വീഡിയോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരേ സ്വരങ്ങൾ പക്ഷേ വിവിധ രാഗങ്ങൾ എന്നൊരു കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നും അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ സംഗീതത്തിലെ അത്ഭുതം എന്ന് പറയാം അല്ലേ. ഒരേ സ്വരങ്ങളായിരിക്കും, പക്ഷേ ആ സ്വരങ്ങളുടെ സ്ഥാനമൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വേറെ ഭാവങ്ങൾ, അതായത് വേറെ വേറെ രാഗങ്ങൾ വരുന്നു. ആ രാഗങ്ങൾ മാറുമ്പോഴാണ് ഭാവങ്ങൾ മാറുന്നത്. അപ്പോൾ നമ്മൾ മോഹനം പറഞ്ഞപ്പോൾ പറഞ്ഞു സരിഗപദസയിൽ അത് മാറ്റി മാറ്റി പാടിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രാഗങ്ങൾ കിട്ടി. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ടിപ്സ് നമുക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തീർക്കാവുന്ന പോലെ ആണ് ഈ എന്താ പറയുക വീഡിയോസ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരുടെ പൂർണ്ണമായ പിന്തുണ കാണുന്നുണ്ട്, വളരെ സന്തോഷം. ഇന്ന് നമുക്ക് സ രി മ പ നി സ അല്ലേ, ഈ സരിമപനിസ പാടുമ്പോൾ അതിൽ വരുന്ന ഒന്നോ രണ്ടോ മൂന്നോ രാഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സരേ മ പ നീ സ നി പ മ രേ സ തരതിന തരദാര രേ 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 കുടജാദ്രിയിൽ അല്ലേ, കുടജാദ്രിയിൽ അതെന്താ സരേ മ പ നീ നീ സ. രേവതി എന്നാണ് ഈ രാഗത്തിൻ്റെ പേര്, രേവതി. രേവതിയിൽ ഒരുപാട് പാട്ടുണ്ട്, മലയാള സിനിമയിലും അല്ലാതെ ലളിതഗാനങ്ങളും ഒരുപാടുണ്ട്. അതിൻ്റെ ഈ രേവതി എന്ന് പറയുന്ന രാഗത്തിൻ്റെ റൂട്ട്, രാഗസഞ്ചാരം അല്ലെങ്കിൽ സ്വരങ്ങൾ എങ്ങനെയാണ് ആരോഹണ അവരോഹണങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ രേ മ പ നീ ചെറിയ നിഷാദ നീ സ, അവരോഹണത്തിൽ സ നി പ മ രേ സ, അതായത് സ കണ്ട ചെറിയ രീ, കുഞ്ഞു ഋഷഭം അല്ല, അതിനെ പറയുക കർണാട്ടിക്കിൽ ശുദ്ധഋഷഭം എന്ന് പറയുക. പിന്നെ ചെറിയ ചെറിയ മധ്യമം, ശുദ്ധ മധ്യമം, പിന്നെ പഞ്ചമം, പിന്നെ ചെറിയ നിഷാദം സ രേ മ പ നീ നി സ നി പ മ രേ സ. ഇതാണ് രേവതി. രേവതിയിൽ നമുക്ക് ഇപ്പോൾ കുടജാതിയിൽ പറഞ്ഞു ചന്ദ്ര കിരണത്തിൻ ചന്ദനം തൂ, ഇത് രേവതിയാണ്. അതുപോലെ ശ്രീലതികകൾ അല്ലേ, ഇത് രേവതിയാണ്. ഒരുപാടുണ്ട്. നമുക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ മനസ്സിൽ വന്നോളുന്നില്ല, പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ അറിയാം ഈ റൂട്ട് നമുക്ക് അല്ലേ. പലർക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇന്ന പാട്ടുകളൊക്കെ ഇതുപോലെ ആണല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ സരിമപനിസയിൽ രേവതി പറഞ്ഞു, ഇതേ സരിമപനിസയാണ്, പക്ഷേ ഇതേ സരിമപനിസയല്ല. ഈ രീയുടെ സ്വരം വേറെ രീ വയ്ക്കും, വേറെ നീ വയ്ക്കും, അങ്ങനെയൊക്കെ മാറുമ്പോഴുള്ള വേറെ രാഗം പറയാൻ പോവുകയാണ്. രേവതി പാടിയത് സ രേ മ പ നീ സ സ നി പ മ രേ സ. ഇത് തന്നെ സ രേ മ പ നീ സ സ നി പ മ രേ സ രേ സ. വലിയ രീ വെച്ചാൽ മധ്യമാവധി എന്ന് പറയുന്ന രാഗമാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതൊരു അത്ഭുതമാണ്. സ രേ, രേവതിക്ക് നമ്മൾ സ രേ മ എന്ന് പറയും. ഇവിടെ സ രേ മ സ രേ മ പ നീ സ സ നി പ മ രേ സ സ നി പ മ രേ സ രേ സ, മധ്യമാവധി. ന രേ രേ ത ന ന ന രേ ഗേ ഗേ സ രേ മ രേ മ പ മ പ നീ
പനി സ സ നി പ മ രി സ സ രി മ പ നി സ നി പ മ രി സ. കൽപ്പാന്തകാലത്തോളം അല്ലേ കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. മധ്യമാവധിയാണ്. പണ്ടാത്തി പുഴയുടെ തീരത്ത്, ഇതൊക്കെ മധ്യം സരി അല്ലേ. അതുപോലെ ശങ്കരനാഥ് ശങ്കര അല്ലേ, മധ്യമാവധിയാണ്. സരിമ പ നിസ നി പ മ രി സ, ഇതാണ് മധ്യമാവധി. അപ്പോൾ രേവതിയും സരിമപനിസയാണ്, മധ്യമാവധിയും സരിമപനിസയാണ് അല്ലേ. അതുപോലെ നമുക്ക് സരിമപനിസ തന്നെ അടുത്തൊരു അത്ഭുതം എന്ന് പറയാം. അവിടെ നമ്മൾ ആരോഹണത്തിൽ സ രേ മ പ നി, അതാണ് വ്യത്യാസം. വലിയ നീ വയ്ക്കുക. സ തിരിച്ചു വരുമ്പോൾ സ നി പ ചെറിയ നിഷാദം പ മ രി സ. തിരിച്ചു വരുമ്പോൾ മധ്യമാവധിയുടെ അവരോഹണം. അങ്ങോട്ട് പോകുമ്പോൾ സരി മ പ നി വലിയ നിഷാദം വയ്ക്കുക. അപ്പോൾ വൃന്ദാവന സാരംഗ എന്ന് പറയുന്ന ഒരു രാഗത്തിലേക്കാണ് അത് മാറുന്നത്. അപ്പം എന്തൊരു ശരിക്കൊരു ആ ഭാവങ്ങളൊക്കെ ഓരോ സ്വരങ്ങൾ മാറുമ്പോഴത്തേക്ക് ആ ഭാവങ്ങളൊക്കെ മാറുന്നത് കേൾക്കുമ്പോഴാണ് സരി മ രി മ പ മ പ നി സ സ നി പ മ രി സ. ലൈറ്റ് വെച്ച് ഉത്തരാസ്വയംവരം എന്ന് പറയുന്ന ലളിതഗാനുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള പാട്ടാണ്, നല്ല കേൾക്കാനുള്ള സ്വരമാണ്. അതേ മൽഹാർ പറഞ്ഞ രാഗമായിട്ട് സിമിലാരിറ്റിയുള്ള രാഗമാണ്. ഗോപിക്കേ എന്നൊരു പാട്ട് ഉണ്ട്, ദീനദയാലോ രാമ. അത് ഒരു നറു പുഷ്പ, അത് ശരിക്കും മലയാളമാണ്. അത് സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സരിമപനിസയിൽ ഇന്ന് ആദ്യം രേവതി എന്ന രാഗം പരിചയപ്പെട്ടു, പിന്നെ നമ്മൾ മധ്യമാവധി പരിചയപ്പെട്ടു, പിന്നെ നമ്മൾ എന്താണ് വൃന്ദാവന സാരംഗ അല്ലേ. അത്രമേൽ സ്നേഹിച്ചിരുന്നു നമ്മൾ, ഒരു പാട്ട്. അതും ഞാൻ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. ജയേട്ടൻ, നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ പാടിയൊരു പാട്ട്, പ്രശ്നപരിഹാരശാലയിൽ. അപ്പോൾ അത് വൃന്ദാവന സാരംഗയിലാണ് പാട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് പരിചയപ്പെട്ട രാഗങ്ങളെല്ലാവരും ഒന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഇന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ ഇഷ്ടമുള്ളവരും പാട്ട് പഠിക്കുന്നവരും കുട്ടികൾക്കൊക്കെ അതൊരു ഉപകാരമാവുകയാണെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ടിപ്പ് അല്ലേ, അത് ഇന്നിവിടെ തീരുന്നു. അപ്പോൾ അടുത്ത ബുധനാഴ്ച വേറൊരു എന്താ പറയുക ടിപ്പായിട്ട് വരാം. നന്ദി.